ഇപ്പൊ ഇരിക്കണം, ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കണം, വേറെ ആരും ഇടപെടണ്ട. ഇനി ഇദ്ദേഹം ചോദിക്കട്ടെ. അസ്സലാമു അലൈക്കും. ആരും സംസാരിക്കരുത്. എന്റെ വിഷയം നിങ്ങൾ ഈ ചർച്ച ഇനി തുടർന്നു പോകുന്നുണ്ടോ എല്ലാം കൊണ്ടോ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ എനിക്ക് ഇന്നലെ രാത്രി 12 മണിക്കാണ് വീട്ടിലെത്തിയ. അപ്പൊ ഇന്ന് 12 മണിക്ക് എത്താണ് വീടിന്റെ വാതിൽ തുറന്നതിലാണ് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്റെ ഇന്നലെ മുതൽ എന്റെ മനസ്സിലൊരു സംശയം വല്ലാതെ എന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സാധാ പ്രവർത്തനം നിലയിൽ ഇപ്പൊ ഇവിടെ ലജ്നത്ത് ദായിമന്റെ ഒരു വിഷയം പറഞ്ഞു. അപ്പോൾ അത് വേണമെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ ആ ഒരു ചർച്ചയാവാം, പക്ഷെ സാധാരണ പ്രവർത്തകർക്കിടയിൽ അതൊരു വിഷയമായി വരാനില്ല. പിന്നെ അതിന് മറുപടിയായിട്ട് സലഫി പറയുകയും ചെയ്തു, അതായത് നമ്മളെ കേരളത്തിലുള്ള പല വിഷയങ്ങളും ലജ്നത്ത് ദായിമിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ആ വിഷയങ്ങളിൽ പലതും, അതായത് സ്ത്രീ പള്ളിപ്രവേശവും അതേപോലുള്ള ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾക്കിടയിലുള്ള ഒരു പ്രശ്നമല്ല. അത് സുന്നികളും നമ്മളും തമ്മിലുള്ള ഒരു തർക്ക വ്യത്യാസമാണ്. പക്ഷെ ആ ലജ്നത്ത് ദായിമ മാറ്റിവെക്കുക, അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ മൗലവീനെയും മാറ്റിവെക്കുക. ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലായത് ഒരു വിഭാഗത്തിന് എതിരെ ഒരു വിഭാഗം ശിർക്ക് ആരോപിക്കുന്നു, ഒരു വിഭാഗം അതിനെ ഇതാക്കാൻ നോക്കുന്നു. രണ്ട് വിഭാഗം വിഭാഗീയമായിട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല തെറ്റിദ്ധാരണകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് വിഭാഗങ്ങളിലെ പണ്ഡിതന്മാരെ കുറിച്ചും. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ക്ലാസുകൾ കൃത്യമായി കേട്ടതിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള, അതായത് ബഹുമാനരായ എന്റെ പണ്ഡിതരെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും എനിക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറുവിഭാഗത്തിലുള്ള പല പണ്ഡിതന്മാരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയ, അതായത് ഞാനൊരു കണ്ണൂർ ജില്ലക്കാരനാണ്. കണ്ണൂർ ജില്ലയിൽ കൃത്യമായി എനിക്ക് പല ജുമാ കുത്തുബകളിലും മറ്റും കൃത്യമായ ക്ലാസുകൾ എടുത്തു തരികയും എന്റെ ഏതൊരു വിഷയത്തിലും ഞാൻ പോയി കഴിഞ്ഞാൽ കൃത്യമായ പണ്ഡിതോചിതമായ തീരുമാനം പറഞ്ഞ പണ്ഡിതന്മാരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് ആ ആരോപണങ്ങൾക്ക് അവർ പറഞ്ഞപ്പോഴും എനിക്ക് കൃത്യമായ എന്റെ തെറ്റിദ്ധാരണകൾ രണ്ട് വിഭാഗത്തിനെ കുറിച്ച് മാറിയിട്ടുണ്ട്. എന്റെ അടിസ്ഥാനപരമായ ഒരു ചെറിയ നിർദ്ദേശത്തിലേക്ക് വരികയാണ്, ഒരു ചോദ്യമല്ല ഇത്. കാരണം ഇവിടെ ഇപ്പോ കൃത്യമായി പറഞ്ഞപ്പോൾ രണ്ട് വിഭാഗങ്ങളായി 10 പണ്ഡിതന്മാരോ 10 പണ്ഡിതന്മാരെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കെ സക്കരിയ സലാഹി ഈ വിഷയം ഷിർക്കാണെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സംഘടനയെ മാനിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ആ സംഘടന പുറത്തുവിട്ട ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ എന്റെ ഒരു നിർദ്ദേശം എന്താന്ന് ചോദിച്ചാൽ ഖത്തർ മുസ്ലിം ഇസ്ലാമിക് അതുപോലെ തന്നെ ഈ ഒരു മുഴുവൻ ഈ പ്രശ്നങ്ങളും ഈ ഒരു അവസ്ഥ ഈ 12 മണി വരെ 2 ദിവസമായിട്ട് ആൾക്കാർ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ നമ്മള് ഖത്തർ മുസ്ലിം ഇസ്ലാമിക് സെന്ററിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് എന്നുള്ള ഒരു സൂചന ഇന്നലെയുള്ള പ്രസംഗത്തിലുണ്ടായി. അപ്പൊ ഇതൊന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കെ സക്കരിയ സലാഹിയോ ഏറ്റവും കൂടുതൽ ആരോപണം ഉണ്ടായിട്ടത് കെ സലാഹിക്ക് നേരെയും അബ്ദുറഹ്മാൻ സലഫിക്ക് നേരെയാണ്. രണ്ടുപേരും ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് ഈ ഖത്തർ ഇസ്ലാമിക് സെന്ററിലേക്കെങ്കിലും വന്ന് പ്രവർത്തകർ അഭിമുഖീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സംഭവം തീരുമാനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അങ്ങനെ ഒരു വരവിന് ഇവിടെ സാഹചര്യം ഉണ്ടായില്ല? ഇനി അങ്ങനെ ഒരു വരവിന് സാഹചര്യം ഉണ്ടായാൽ അതായിരിക്കും ഈ ചർച്ചകൾ അവസാനിക്കാൻ. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു മുജാഹിദ് പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഒരു മുജാഹിദ് പ്രവർത്തനം ഇന്ന് വരെ ഒരു മുജാഹിദ് പ്രവർത്തകന്റെ അൽമനാറിലോ അല്ലെങ്കിൽ അൽ ഇസ്ലാമിലോ അല്ലെങ്കിൽ സ്നേഹസംവാദത്തിലോ വന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം വിശ്വാസമായി സ്വീകരിച്ചിട്ടില്ല. ഇനി നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു വിഷയം അബ്ദുൽ ജബ്ബാർ മൗലവി ഇങ്ങനെ ഈ വിഷയം എഴുതിയതുകൊണ്ട് നമ്മൾ നാളെ സുന്നികളായി തർക്കിക്കുമ്പോൾ നമുക്കതൊരു തിരിച്ചടിയായി മാറുമോ എന്നുള്ള ഒരു സംശയമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി നമുക്ക് പല തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. കാരണം പണ്ട് നമ്മളെ പ്രമുഖ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതായത് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പല മുജാഹിദ് പണ്ഡിതന്മാർ പല മാസികകൾ എഴുതിയിട്ടുണ്ട്. സുന്നികൾ ഉത്തരം പറയുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളത് നമ്മൾക്ക് നമ്മളെ മാസികയോ അല്ലെങ്കിൽ ജബ്ബാർ മൗലവി പറയുന്ന അബ്ദുറഹ്മാൻ സലഫി പറയുന്ന എല്ലാ തെളിവ്, നമുക്ക് തെളിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ത് പറയുന്നോ ഖുർആൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം വെക്കാനുള്ളത്, നമ്മൾ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട്. അതായത് ഈ രണ്ട് വിഭാഗം ആയിട്ട് ഇപ്പോഴും രണ്ടാൾക്കാരും ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് ഈ കെ സക്കരിയ സലാഹി ഇതിൽ ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെ സക്കരിയ സലാഹിയും അബ്ദുറഹ്മാൻ സലഫിയും ഒരേ വേദിയിൽ ഇരുന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു 15 മിനിറ്റ് പ്രസംഗം കെ സക്കരിയ സലാഹിയും 15 മിനിറ്റ് അബ്ദുറഹ്മാൻ സലഫിയും നടത്തുകയാണെങ്കിൽ എനിക്കറിയില്ല കേരളത്തിലെ അവസ്ഥ. ഈ ഖത്തർ മുസ്ലിം ഇസ്ലാമിക് സെന്ററിലെ പ്രശ്നം തീരും. അസ്സലാമു അലൈക്കും. ഇവിടെ പറഞ്ഞതിന് ഞാനൊന്ന് പറയട്ടെ, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അവിടുന്ന് കമന്റ് പറയില്ലേ. ഈ പറഞ്ഞ അഭിപ്രായം നടപ്പിലാക്കിയ ആളാണ് ഈ നിൽക്കുന്ന അബ്ദുറഹ്മാൻ സലഫി. ഈ വിഷയത്തില് ഈ ഘട്ടങ്ങൾ ചർച്ച നടന്ന് രണ്ടാമത്തെ ഒരു തീരുമാനം ഒരു സർക്കുലറായി അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ തീരുമാനം വന്നതിന് ശേഷം ഇപ്പൊ മൂന്നാമത്തെ സർക്കുലറാണ് ഇപ്പൊ ഈ പറഞ്ഞ ജിന്നിന്റെ.
അതിന്റെ തൊട്ടു മുമ്പ് രണ്ടാമത്തെ സർക്കുലർ ഈ വിഷയത്തിലുള്ളത് അയച്ചു. ആ തീരുമാനം കഴിഞ്ഞതിന് ശേഷം സക്കരിയ സ്വലാഹിയെ ജമിയത്തുൽ ഉലമ ഈ കാര്യം വിശദീകരിക്കുന്ന ടീമിലേക്ക് ജമിയത്തുൽ ഉലമ തീരുമാനിക്കുന്നതിന് മുമ്പ് താൽപര്യമെടുത്ത് ഞാനും, അന്ന് ഹനീഫ് കായക്കൊടിയുണ്ട്, അനസ് മൗലവിയുണ്ട്, നൂർഷ എറണാകുളത്ത് അദ്ദേഹമുണ്ട്, PN അബ്ദുൽ ലത്തീഫ് മദനിയും ആ വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, പക്ഷെ കമ്മിറ്റി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെങ്കിലും ഇത് ഒരേ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ജമിയത്തുൽ ഉലമയുടെ വിശദീകരണ യോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആളാണ് ഞാൻ. പക്ഷേ അതിനുശേഷം ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനോട് യോജിക്കാത്ത പ്രഭാഷണം അദ്ദേഹം വേറെ നടത്തി. പിന്നെ ഞങ്ങൾക്ക് അന്ന് ചെയ്ത ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഞങ്ങൾക്ക് പിന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ വയ്യാത്ത അവസ്ഥ വന്നു. ഞാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, എനിക്കിതൊക്കെ പറഞ്ഞാൽ പറയുന്നത് വിഷമാണ്, പക്ഷെ എന്താ വെച്ചാൽ ഇത് പറയാതിരുന്നാലോ? പണ്ട് കുട്ടി പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ വാപ്പാന്റെ ഇരുന്ന് ഉമ്മാക്ക് അടി കിട്ടും. ഇനി ഞാൻ സത്യം മൂടി വെച്ചാലോ വാപ്പ പട്ടി കടിച്ച് ഇറച്ചി തിന്നും ചെയ്യേണ്ടി വരും. ഈ സ്ഥിതിയിലാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു വ്യക്തിനെ പറ്റിയല്ല എന്തായിരുന്നാലും ഈ പറയുന്നത് ഇത് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇഷ്ടപ്പെട്ടേ അല്ല ഈ പറയുന്നത്, പക്ഷെ ഇത് സത്യാണ്. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ വിചാരിക്കുമ്പോ ഞങ്ങൾക്ക് എന്തോ നിങ്ങൾക്കറിയോ, ഇപ്പൊ ഞാൻ 5 കൊല്ലം പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥിയാണ് പിന്നെ ഹനീഫ് കായക്കൊടി. ഇതുപോലെ എന്റെ വിദ്യാർത്ഥിയാണ് ഷംസുദ്ദീൻ പാലത്ത്. അതുപോലെ എന്റെ വിദ്യാർത്ഥിയാണ് സക്കരിയ സ്വലാഹി. അതുപോലെ ഈ രംഗത്ത് ആ പ്രായത്തിലുള്ള പലരും എന്റെ വിദ്യാർത്ഥികളാണ്. ഞാൻ അവരെ വളർത്തിക്കൊണ്ടുവരാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്ത ആളാണ് ഞാൻ. അവസാനം കേരളത്തിൽ മുഴുവൻ ഞങ്ങളൊരു മുഖാമുഖം സംഘടിപ്പിച്ചു. കേന്ദ്രമിന്റെ ഒരു ദഴവാ വണ്ടി ഉണ്ടായിരുന്നു. ഇവരും ഞാനും ഞങ്ങൾ ഒരുമിച്ച്, കൂട്ടത്തിൽ അല്പം മുതിർന്ന ആള് ഞാനാ, ഒരുമിച്ചാണ് ആ കംപ്ലീറ്റ് മുഖാമുഖം നടന്നത്. ഞാൻ 2 വാക്കെന്തേലും നിർബന്ധിച്ചാൽ പറയും, ബാക്കി ഇവരെന്നെ നടത്തിയത്. ഇവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഈ രംഗത്തേക്ക് ഈ ഒരു പണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതല്ലാതെ ഇവരാരെങ്കിലും മാറ്റി നിർത്താനല്ല. കഴിയോ ഞങ്ങളെപ്പോലത്തെ എത്ര ഞങ്ങൾക്ക് കഴിയാ? ഒരാൾ ഓടുന്നതിനും ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? ഇന്ന് പണ്ടത്തെക്കാളധികം ഈ രംഗങ്ങൾ വളരെ വിശാലമായിട്ടില്ലേ? ഇവർ മതിയോ? ഇനിയും വേണ്ട നമുക്ക് ആളുകൾ. അപ്പൊ ആരും ആരെയും അകറ്റല്ല, ആരും ആരെയും ശിർക്ക് ആരോപിച്ച് തച്ചുകൊല്ലല്ല, ആട്ടിനെ പട്ടിയാക്കിയിട്ട് തച്ചുകൊല്ലണ പണിയല്ല. രക്ഷപ്പെടുത്താൻ വേണ്ടി 5 കൊല്ലം എടുത്തത് ഇത്ര നിസ്സാരായി കണ്ടിട്ട് പിന്നെയും ശിർക്ക് ആരോപിച്ച് ഓല അങ്ങോട്ടാക്കുകയാണ് ഇങ്ങോട്ടാക്കുകയെന്ന് വിചാരിക്കരുത്. അതൊരു കുറ്റായി പോകും. ഇത്തരം മനസ്സ് തുറന്നുങ്ങളോട് പറഞ്ഞിട്ട് ഇതുപോലെ ഇപ്പൊ സക്കരിയ സ്വലാഹി ഇപ്പാണ് ചെയ്തുകൂടെ? നിങ്ങൾക്കറിയാതെ ഒരു നടപടിയിലാണ്, ഒരു നടപടിക്രമാണ്. അത് ചെയ്യേണ്ടി വന്നത് നിർബന്ധിത ഘട്ടത്തിലാണ്. അതിനുശേഷം വിളിച്ചു വിശദീകരണം ചോദിക്കാനാ. അപ്പോഴേക്കും ഇങ്ങനെ ആകാശം പൊളിഞ്ഞു ഒരു വിശദീകരണം ചോദിക്കുമ്പോഴേക്ക് എന്തേ അതുവരെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് അദ്ദേഹത്തോടും പരിപാടിയിൽ പങ്കെടുപ്പിക്കരുതെന്ന് നമ്മുടെ പിന്നെ കമ്മിറ്റികളോടും ആവശ്യപ്പെട്ടിട്ട് അതുപോലും ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിന്റെ നേതൃത്വത്തെ അനുസരിക്കണമെന്ന ഖുർആനിന്റെ ഹദീസിന്റെ കൽപ്പന അതുപോലും അംഗീകരിക്കാതെ ആണല്ലോ ചില പ്രവർത്തനങ്ങൾ നടന്നത്. ഇത് മാറ്റി നിർത്താനല്ല, എന്നേക്കും ഇതിൽ നിർത്തിയിട്ട് ഇത് പറയിപ്പിക്കാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ വീണ്ടും ഈ പ്രശ്നമുണ്ടായി വിളിച്ചു, അത് സംസാരിച്ച ആ വിഷയം സംസാരിച്ച് മൊഴി രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനും സംസാരിച്ചിട്ടുണ്ട്, സംസാരം എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണത്? ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഇത് ഒന്നിച്ചു പറയാനുമാണ്. എന്നാൽ നാളെ തന്നെ ഇത് വന്ന് പറഞ്ഞൂടെ? എന്റെ ഭാര്യ എനിക്ക് ഇപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പ്രസവിക്കൂല, അതിന് ഓക്ക് ഗർഭം ഉണ്ടായിട്ട് 9 മാസം കഴിയണം. അതുപോലെ ഇതിനിപ്പോ ഇതിൻ്റെതായ ഒരു അത് നിങ്ങൾ വിട്ടുതരി, അത് നേതൃത്വത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കി. അതുവരെ എന്നാ പിന്നെ അത് ന്യായീകരിച്ച് നടക്കേണ്ട. സക്കരിയ സ്വലാഹി ഇവിടെ വന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നേരത്തെ അറിഞ്ഞ പിന്നെ ഹൈദർ ചോദിച്ചിട്ടുണ്ടല്ലോ, ആ പ്രയോഗം മലയാളത്തിൽ അങ്ങനെ ഭൂതത്തിനെ അഴിച്ചുവിടാൻ എളുപ്പ, പിന്നെ അതിനെ പിടിച്ചിട്ട് ഇതിലാക്കി കെട്ടാൻ കഴിയൂല. ഈ വാദം ആരിരുന്ന് വന്നാലും അതാണ്ട് കാട്ടുതീ പോലെ പടർന്നു പോകും. എനിക്ക് തോന്നണില്ല. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഒരു നിരീക്ഷണം വെച്ച് അബ്ദുൽ ജബ്ബാർ മൗലവിയും
കൂടി നാളെ ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു, ഇത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞാലും ആ വാദം കൊണ്ടും ഈ ചർച്ച കൊണ്ടും ഇതിന്റെ പ്രചാരണം കൊണ്ടും പലരുടെയും മനസ്സിൽ ഇത് ശിർക്കല്ലെന്ന് സ്ഥാനം പിടിച്ചത് തിരിച്ചു വരില്ല. ചിലരുടെ, എല്ലാവരുടെയും എല്ലാം പറഞ്ഞത് മനസ്സിലാക്കാനും തിരിച്ചു വരാനും ഒരുപാട് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്, കുറച്ചൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് സീഡിയും ഈ നോട്ടീസും ഈ ലഘുലേഖയും ഇങ്ങനെ സ്വകാര്യമായിട്ട് കൊണ്ടുനടക്കുന്നത് മാത്രം, അല്ലാത്ത കേൾക്കാൻ അവസരം ഉണ്ടാകുന്നുണ്ടോ? ഞങ്ങളെപ്പോലത്തെ ഇതിപ്പോ എന്താ വെച്ചാൽ രണ്ട് അബ്ദുറഹ്മാൻ സലഫിയും സക്കരിയ സലാഹിയും എനിക്ക് വിഷമുണ്ട്. പക്ഷേ ഞാൻ ഹക്കീമിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞങ്ങൾ രണ്ടാളെയും രണ്ട് തട്ടിലിട്ട് തൂക്കുന്നത് തെറ്റാണ്. കാരണം അബ്ദുറഹ്മാൻ സലഫിന്റെ ഒരു അഭിപ്രായമല്ല. അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് ജമിയത്തുൽ ഉലമയുടെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞത് തീരുമാനം എടുക്കേണ്ട ആള് ഞാനായിട്ടല്ല, ഞാൻ തീരുമാനം എടുക്കണവനല്ല. ജമിയത്തുൽ ഉലമ കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമുണ്ട്. ഞാൻ ആ തീരുമാനമാണ് പറയുന്നത്. സക്കരിയ സലാഹി പറയുന്നു എന്ന് പറയുന്നത് ആ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായതാണ്. അപ്പൊ ഇത് രണ്ടും എന്നിട്ട് രണ്ട് ചേരി സലഫിക്ക് ഒരു കുട്ടിയില്ല ഇവിടെ. ഒരു കുട്ടിനോട് ഞാൻ ഇന്റെ ഒരു അഭിപ്രായം പ്രചരിപ്പിക്കാനും ഇന്നെ അനുകൂലിക്കാനും ഇവിടെ ഒരാൾക്കും പറയാൻ കഴിയില്ല. ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടില്ല, എന്റെ സഹപ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനിവിടെ ഗൾഫിൽ എനിക്ക് ഇസ്ലാഹി സെന്ററുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബന്ധപ്പെടാണ്. നിങ്ങളോട് ഞാൻ ഒരാൾക്ക് പറയാൻ കഴിയോ ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടോ, അതിൽ എന്റെ വാദതാണ്, ജിന്നെ അനുകൂലിക്കണമെന്ന് ഞാൻ പറഞ്ഞ് ഒരാൾക്ക് ഇവിടുന്ന് എണീറ്റ് പറയാൻ കഴിയോ? ഞാൻ അങ്ങനെ പറഞ്ഞത് സൽമാൻ സലാഹിന്റെ വിദ്യാർത്ഥിയാണ്, ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിലാണ് ഇസാഖ് സലാഹി പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ ശരിയാ. ഓർക്ക് എന്നെ എങ്ങനെ എതിർക്കാം? ഞാൻ അവരോട് പറയാനുള്ളത് എനിക്ക് ഈ പറയങ്ങളോടൊക്കെ പറയാനുള്ളത് പോലെ അവരോടും പറയും. ഇതല്ലാത്ത നിലക്ക് ഇവരോടോ ഒരൊറ്റ ആളോട് അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാനത് ചെയ്യുന്ന ആളല്ല. ഞാൻ വരുമ്പോൾ ഇന്റെ കൂടെ നാലാൾ വേണം, ഇന്നെ അനുകൂലിക്കാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്റെ അഭിപ്രായം ഈ ചിന്തയല്ല. ഞങ്ങളെ പോക്കറ്റിൽ ഇങ്ങനത്തെ ചില പരിപാടിക്കൊക്കെ പോകുമ്പോൾ തിരിച്ചു വരാനുള്ള കായും കൂടി കരുതിയിട്ടാ പോവുക. ചിലപ്പോൾ എന്തായാലും ഈ വിഷയം വിശദീകരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഹനീഫിനറിയാം, ഞങ്ങൾ കണ്ണൂർ പോയി സംസാരിക്കുമ്പോൾ ഇവിടെ രണ്ടു കൂട്ടരും നമുക്കെതിരാവും. കാരണം എന്താ, ഒരു കൂട്ടർക്ക് ചില വാദങ്ങളുണ്ട്, ഞങ്ങളത് അംഗീകരിക്കൂല. അങ്ങനെ ഒരു കൂട്ടരെ ന്യായീകരിച്ച് നടക്കുന്ന പണി ഞങ്ങൾക്കില്ല. ഇതിൽ തെളിവ് നോക്കിയിട്ട് ജമിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹദീസ് നോക്കിയപ്പോൾ ജമിയത്ത് നോക്കണമെന്ന് പറയരുത്. ജമിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ്. അതിൽ അബദ്ധം, ഒരു വ്യക്തിക്ക് അബദ്ധം ഉണ്ടാകാൻ പറ്റൂല. കുറെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്തതൊക്കെ അബദ്ധമാണ് എന്ന് പറയുന്നത് കുറച്ച് അതിരുവിട്ട വർത്താനല്ലേ? ഇതാണ് അതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു സാഹചര്യം അതുണ്ടാവും. പക്ഷെ ഞാനൊരു തമാശ പറഞ്ഞതാണെങ്കിലും ഇപ്പൊ അങ്ങനെ ഒരു ഘട്ടമാണല്ലോ, അപ്പൊ അതിൻ്റെതായ സാവകാശം. അതുവരെ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ശരി, ഇൻഷാ ആ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുജീബ്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ, കാരണം വളരെ ഇൽമുള്ള ആൾക്കാരാണ് നിങ്ങൾ, അർക്കത്തിട്ടാണ്ട് എനിക്ക് അറബ് വായിക്കാറില്ല, വായിച്ചോട്ട് അർത്ഥം അറിയില്ല എനിക്ക്, അങ്ങനെയാണ് എൻ്റെ കോലം. പക്ഷെ ഇതിപ്പോ ഈ അടുത്ത കാലത്ത് ഞാൻ സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇവിടുന്ന് ഇപ്പൊ ഉണ്ടായുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങളിപ്പോൾ ഈ സക്കരിയ സലാഹി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത്, സംഘടനയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും, ആളെ ഇതാക്കേണ്ടതുണ്ടാവും. പക്ഷെ ഒരു പട്ടാളച്ചിട്ട പോലെ മര്യാദക്ക് ക്ലാസ് എടുക്കുന്ന ഒരാളെ നമുക്കിവിടെ പഠിപ്പിച്ചിരുന്ന ക്ലാസ്സുകളിലൊന്നും അൽഹംദുലില്ലാഹ് മൂപ്പര് ഉസൂലുസുന്നെ പഠിപ്പിച്ചത് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോവുക. എന്തോ ഒരു ഷോക്കേസ് നോട്ടീസ് കൊടുത്തിട്ട് ഇത് ഏതാണെന്നറിയില്ല, മൂപ്പര് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരു കിതാബ് വായിച്ചത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത് ഒന്ന്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പല ക്ലിപ്പുകളും കാണുന്ന കമ്പ്യൂട്ടറിൽ ആൾക്കാരെ പേരൊന്നും പറയല്ല, സുന്നത്തിനൊക്കെ കളിയാക്കിക്കൊണ്ട് ഇന്നും കാനമിൽ നിൽക്കണ്. അവർക്ക് ഖുത്ബ പറയാൻ അവസരങ്ങൾ കൊടുക്കണ്, അവരൊന്നും മാറ്റി നിർത്താതെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് ഒരുപാട് പരിചയമുണ്ട് മടവൂർ വിഭാഗത്തിലെ ആൾക്കാർ. അവരേറ്റവും കൂടുതൽ പറയുന്നത് ഒന്ന് സക്കരിയ സലാഹി ഷിർക്ക് പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാനത് കേൾക്കാൻ ശ്രമിച്ചത്. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഷിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാൾ, നിങ്ങളൊക്കെ പോലെ തന്നെ. ഇങ്ങനത്തെ ഒരാളെ പറ്റി ഇങ്ങനെ ഒരു അപവാദം പറയുമ്പോൾ, ഇനി അതിലൊരു ഉദാഹരണം ഉണ്ട്. നിങ്ങൾ പറഞ്ഞ നേരത്തെ ഹുക്മിൽ സൽമാൻ സലാഹിയും പറഞ്ഞത് ഈ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എന്തെന്ന് ജിന്നിനോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് ഇതാവണത് ഷിർക്കല്ലാത്ത ഒരവസ്ഥയിൽ അതിന്റെ ഹുക്കുമ് സക്കരിയ സലാഹിക്ക് ഹറാമാണ്, ഷിർക്കിലേക്ക് എത്തും, എന്താണ് വലിയ പാപമാണ് എന്നുള്ളത്.
ഞാനൊന്ന് ചോദിക്കട്ടെ ഏട്ടാ, ഈ സഹാബികളുടെ ഇടയിൽ തന്നെ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരു ഇതുണ്ടായിരുന്നു, എന്ത് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവനും അല്ലെ, ഒന്ന് കാഫിറാവുന്നതും. ചില ആൾക്കാർ പറഞ്ഞ് വിട്ടുപോകുന്നവൻ കാഫിറാവില്ല എന്ന്. പക്ഷെ ഒരാളെയും വേറെ ആളെ പിടിച്ച് പുറത്താക്കാൻ നിർത്തിയിട്ടില്ല. നമുക്ക് മാത്രം എന്തെങ്കിലും എന്നിട്ട് പറയുമ്പോഴത്തേനും ആളെ പിടിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തുക. ആ സിസ്റ്റം എന്തത് ശരിക്കും പറഞ്ഞാല്? കാരണം സക്കരിയ സലാഹിയെ പോലെയുള്ള പണ്ഡിതന്മാരെ എന്റെ പോലെ അറബറിയാത്ത ആൾക്കാരാണ് മൂപ്പരക്കെതിരെ പറയണത്, നിങ്ങളെ പറ്റിയിട്ട് പറയണത്. ഇതിനൊക്കെ അവസരം ഉണ്ടാക്കുന്നത് നിങ്ങളൊരു വട്ടമേശക്കുള്ളിൽ വെച്ച് തീർക്കേണ്ട കാര്യങ്ങൾ ഈ പുറത്തേക്ക് ഇടുന്നുണ്ടല്ലേ. ഇവിടെ വന്നെങ്കിൽ ക്ലാസ് എടുക്കുമെങ്കിൽ മര്യാദ തീരട്ടെ, എന്നിട്ട് വന്നിട്ട് തീർക്കട്ടെ എന്നല്ലേ വെക്കുക. അതുപോലെ ഔദ്യോഗിക നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. എന്തിനാ അത് ചെയ്യുന്നത്? പിന്നെ എന്തിനാ ഇവിടെ ഒരു നേതൃത്വം? നിങ്ങൾ പറഞ്ഞു നേതൃത്വത്തെ അംഗീകരിക്കണമെന്ന്. ശരി, അംഗീകരിക്കുക. ഇവിടെ ഇല്ല ഒരു നേതൃത്വം. ഈ നേതൃത്വത്തെ ഇവിടെയുള്ള എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്? ഇല്ല. എന്തേ അത്? അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഓരോ കാര്യം നമ്മൾ പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും കാണണം. ഖത്തറിലെ മുസ്ലിം ഇസ്ലാഹി സെന്ററിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതൃത്വം ഉണ്ട്. അവരെയാണ് ഇവിടെയുള്ള എല്ലാവരും ഇതാക്കുന്നത്. മനസ്സിൽ വെറുപ്പുകൾ വെച്ചിട്ട് മാറി നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. എന്തുകൊണ്ട്? ഒരൊറ്റ ഇതിന്റെ ഉള്ളിൽ ഈ പണ്ടാണെങ്കിൽ മടൂരി വിഭാഗത്തിനെ കണ്ടിട്ടാ മാറി നിൽക്കണമെന്ന് പറയാം. ഇന്ന് അങ്ങനല്ല. ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർ ഈ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുന്നത്. ശരിക്കും വിഷമം തോന്നിപ്പോയി. ഇസ്ലാഹികളാണ് ഈ കാട്ടണമൊക്കെ. എന്തേ കാരണം? അത് നിങ്ങൾക്കൊക്കെയാണ് അതിന് ഉത്തരവാദിത്വം. കാരണം ഒരാവശ്യമില്ലാണ്ട് ആ ക്ലാസ് കഴിയട്ടെ എന്ന് വെക്കണം. ഓൾറെഡി നടന്ന് സക്കരിയ സുലൈനെ കൊടുത്തിട്ട് ഒപ്പിട് എന്തത് കുട്ടിക്കളി? അതൊക്കെ ദീനാണ് നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ കൗൺസിൽ അംഗമല്ല. അള്ളാടെ ദീന് പഠിച്ച് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു സംഘം ഈ കേന്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പങ്കെടുക്കാൻ വന്നതാണ്. എന്റെ നാട്ടിൽ മുജാഹിദൊന്നുമില്ല. ഇവിടെ വന്നിട്ട് അത് അറിയണത്. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതാണ് ഇനിയിപ്പോ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത്. തസ്കിയത്തും തർബിയത്തും ഇതൊക്കെയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ചോദ്യപ്പെടും. അബ്ദുറഹ്മാൻ സലഫി ചോദ്യം ചെയ്യപ്പെടും. അല്ല, ഞാൻ ചോദ്യം കയറണല്ല. ഞാൻ വേറെ ആരും സംസാരിക്കരുത്. ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. എനിക്ക് പറയാൻ അവസരം കൊണ്ട് എന്തേത് ഇത്ര നേരം ഞാൻ കേട്ടില്ലേ? എനിക്ക് പറയണം. ഞാൻ ചോദിക്കടൂ. മറ്റുള്ളവര് സംസാരിക്കരുത്. ഇതെന്നെ പറയട്ടെ. നിങ്ങളോട് അല്ല ചോദിക്കൂല ഇതിനൊക്കെ? നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ ഇതിന്? ഈ സക്കരിയ സലാഹിനെ ഇവിടുന്ന് പെട്ടെന്ന് എന്തത് പട്ടാളാ ഇവിടുന്ന് കൊണ്ടുപോയി നിങ്ങളോട് റബ്ബ് ചോദിക്കും. മറ്റുള്ളവര് സംസാരിക്കരുത്. ഞാൻ പറയട്ടെ, പൂർത്തിയാക്കട്ടെ. ഞാനൊരു കൗൺസിൽ മെമ്പറും അല്ല. മുജീബ് പ്ലീസ് ഇരിക്കുക. ഇനി ഒരു മിനിറ്റ് ഇരിക്കി. ഒരു മിനിറ്റ്. ഇനി ഒന്ന്, അതായത് ഇത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചാല് സക്കരിയ സലാഹിനെ പോലെയുള്ള ഒരു പണ്ഡിതനെ, അതായത് നമുക്ക് അല്ലാഹു ആലം മനുഷ്യർക്ക് ശിർക്ക് വരാതിരിക്കട്ടെ, അങ്ങനത്തെ ഒരു പണ്ഡിതൻ ഒരിക്കലും ശിർക്ക് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ കുടുംബക്കാരൊക്കെ വീട്ടിൽ അവരൊക്കെ മടവൂരി വിഭാഗമുള്ളവരാ. അവരെ അങ്ങനത്തെ ഒരു പണ്ഡിതനെ മാറ്റി നിർത്തുകയും വേറെ സുന്നത്തിന് താടിനെ കളിയാക്കുക, നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കുന്നതിനെ കളിയാക്കുക, ഇങ്ങനത്തെ ആൾക്കാരൊന്നും സംഘടനയെ നിർത്തിക്കൊണ്ടിരിക്കുക, അവർക്ക് ഖുത്ബ അവസരം കൊടുക്കുക. അതൊന്ന്. അല്ല, ആൾക്കാരെ പേര് ഞാൻ പറയല്ല, വ്യക്തിപരമായിട്ട് പറഞ്ഞ ഞാൻ ആളല്ല. കാരണം അവരൊക്കെ ആലിമീങ്ങളായിരിക്കാം. അള്ളാഹു പറഞ്ഞതിന് ഞാൻ വിശദീകരിക്കാം. അതൊന്ന് അതിന് പറയട്ടെ. ഇനി അതിന് പറയട്ടെ. അടുത്ത അവസരം തരില്ല, അതുകൊണ്ട് പ്രശ്നം. ഇതുകൊണ്ട് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കൂല. ഇനി ചോദിക്കുക. വേറെ പറയല്ലേ. എന്നാ ഞാനിരുന്നു. അസ്സലാമു അലൈക്കും. ശരി, നമ്മൾ സ്വയം ഒരു അച്ചടക്കം പാലിച്ചാൽ അത് തുടക്കം മുതൽ ഞാൻ ഈ സംസാരത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞു, അവനവനെ നിയന്ത്രിക്കാൻ അവനവൻ തയ്യാറാവണം. ആ ഒരു കൾച്ചർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇപ്പൊ ഇവിടെ ഈ അച്ചടക്കരാഹിത്യം ഉണ്ടായതിനും മുജീബ് സാഹിബ് ഞാൻ ഉത്തരവാദിയാണ് എന്നാണല്ലോ പറഞ്ഞത്. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. ഒരർത്ഥത്തിൽ ശരിയാണ്. ഞങ്ങളൊക്കെ ഇതിന് വിധിക്കപ്പെട്ടു പോയി. ഇവിടെ ഞങ്ങളെ ഒരാൾ എതിർത്താലും അതിന് ഞങ്ങൾ ഉത്തരവാദി. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഓരോരുത്തരും ഇഷ്ടമുള്ളത് ചെയ്യുക, അതൊക്കെ ചെയ്തോട്ടെ. അതല്ല, അതിനൊക്കെ ഒരു നിയന്ത്രണം വേണോ? അത് വേണം എന്നാണ് മുജീദ് സാഹിബും പറയുന്നത്. പിന്നെ സക്കരിയ സലാഹിന്റെ കാര്യം ഇന്നലെ കൗൺസിലർ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. സക്കരിയ സലാഹിനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തതല്ല. ഇതിന് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടതിന് മാത്രമേ നേതൃത്വത്തിന് നടപടിയെടുക്കാവൂ എന്ന് പറയാൻ പറ്റൂലല്ലോ. നേതൃത്വത്തിന് ബോധ്യമുള്ള കാര്യം, അതിന്റെ പേരിലാണ് നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിനോട് ഈ കത്ത് കിട്ടി,
പിന്നെ 15 ദിവസത്തിനകം നേരിട്ട് തൃപ്തികരമായ വിശദീകരണം നൽകണം. അതുവരെ സംഘടനയുടെ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. കേട്ട സക്കരിയ സലാഹിനെ മുജാഹിദ് പ്രസ്ഥാനം പുറത്താക്കി എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ആളുകൾക്കിടയിലൊക്കെ പ്രചരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു വികാരം ഉണ്ടാകുകയാണ്. ഇത് 15 ദിവസത്തിനകം, അദ്ദേഹം 15 ദിവസത്തിനകം എത്താൻ കഴിഞ്ഞിട്ടില്ല, അറിയിച്ചു. ഞാൻ വിദേശത്താണ്, എത്തിയാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ നേരിട്ട് വരും. വന്നു. അതിനുശേഷം കണ്ടു. അദ്ദേഹം എഴുതി വിശദീകരണം തന്നു. നേരിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങി. ഇനി നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിന്റെ നേതൃത്വം അറിയുന്നത്. നിങ്ങൾ അറിയണീനല്ലല്ലോ അവിടെ തീരുമാനം എടുക്കേണ്ടത്. അവിടെ സക്കരിയ സലാഹിന്റെ വാദവും സക്കരിയ സലാഹിന്റെ പ്രവർത്തനങ്ങളും അത് വഴി ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും എന്താണെന്ന് അവിടെ വെച്ചിട്ട് തീരുമാനിക്കും. അതൊരു വ്യക്തിയല്ല, KNMന്റെ ഭരണസമിതിയാണ് അതിൽ തീരുമാനം എടുക്കുക, ഒരാളുടെ തീരുമാനമല്ല അത്. രണ്ടാമത് ഇതിന്റെ കൂടങ്ങൾ പറഞ്ഞ കാര്യം, എന്നാൽ ഇവിടെ ഇങ്ങനെ സുന്നത്തിനെ കളിയാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ സംഘടനയുടെ ഉള്ളിൽ അങ്ങനെ നിൽക്കും ചെയ്യാൻ, അതും യഥാർത്ഥത്തിൽ ശരിയല്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് ആളെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു സുന്നത്തിനെ നിഷേധിച്ചിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മളെ ഇടയിൽ തന്നെ നമ്മളെ ചില ആളുകളുടെ പ്രസംഗത്തിൽ താടി പഠിച്ചവൻ കാഫറാണ്, ഇസ്ലാം നിന്ന് പുറത്താണ് എന്നുള്ള രീതിയിലുള്ള സംസാരം അത് അതിര് കവിഞ്ഞതാണ്. സൗന്ദര്യം ഉണ്ടെങ്കിൽ താടി വെക്കാം, അല്ലെങ്കിൽ താടി പഠിച്ചടക്കുക, അതും ഒലുവാണ്, ഇതും ഒലുവാണ് എന്നാണ്. പക്ഷെ അയാളുടെ അവതരണ രീതി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന നിലക്ക് തന്നെ ഉള്ളതാണ്. ഈ CD പൂർണ്ണമായി ഈ പ്രസംഗിച്ച വ്യക്തിയെ മുജാഹിദ് സെന്റർ CD ടവറിലേക്ക് വിളിച്ചു വരുത്തി TPയും APയും ഇരുന്ന് മുഴുവൻ അയാളുടെ മുമ്പിൽ വെച്ച് കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് താടി വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ താടി വെക്കൽ സുന്നത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ എന്താണെങ്കിലും അതിലുണ്ട് ഒലുവ്, അതും അതിര് കവിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കരുത്. അദ്ദേഹം ഞാൻ ഇനി മേലിൽ അങ്ങനെ സംസാരിക്കില്ല എന്നവരോട് പറഞ്ഞു. ആദ്യത്തെ സംഭവമാണ് പിന്നെ ഈ പറഞ്ഞ നിഅമത്തുള്ള ഫാറൂഖിയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരാരോപണമാണ്. ഇതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ MSM പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും ഈ രണ്ട് കാര്യങ്ങളും വിളിച്ച് ഗൗരവമായിട്ട് പറയുകയും ഇനി മേലിൽ ഞാൻ പറയില്ല എന്ന് അദ്ദേഹം പറയുകയും അതിന്റെ പുറമെ അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്തത് ആരോപിക്കുന്ന ആളുകളോട് ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ, ഇതാ എന്റെ പ്രസംഗം എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല CD ടവറിൽ തന്നെ പിന്നീട് നടന്ന ഒരു ക്ലാസ്സിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം ഇത് ലംഘിക്കുകയാണെങ്കിൽ, സുന്നത്തിനെ പരിഹസിച്ച് നടക്കുകയാണെങ്കിൽ, സുന്നത്തിനെ നിഷേധിക്കുകയാണെങ്കിൽ ഒരു സംശയമല്ല, സംഘടന സുന്നത്ത് പരിഹസിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട എന്താണോ അത് കൊടുക്കുക ചെയ്യും. അതാരാണെങ്കിലും. അതിലിപ്പോൾ ഇന്ന ആള് എന്നുള്ള പറഞ്ഞിട്ട് ഒരാളോട് ഒരു ചക്കരിയും ഒരാളോട് ഒരു കൊപ്പരിയും അതില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഇദ്ദേഹത്തിനോട് മാത്രം ഒരു താല്പര്യം, വേറെ ചിലരോടൊരു വെറുപ്പ്, ഇങ്ങനത്തെ ഒരു വിഷയം അതിലില്ല. നേരെ മറിച്ച് ഈ പറഞ്ഞ ആളുകളെ ഇതിന് പിന്നെ അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇരുവേറ്റി അയാളുടെ പിന്നെ ഒരു സംസാരത്തിൽ അയാള് ബുഖാരിനെ പിന്നെ അല്പം മൂപ്പര് ന്യായീകരിക്കുന്നുണ്ട്. ബുഖാരി ആയാലും ബുഖാരിന്റെ വാപ്പയായാലും എന്ന് പറഞ്ഞാലും വാപ്പാനെ പരിഹസിക്കലല്ലോ, ആരായാലും എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് അയാൾ പറഞ്ഞാലും കേൾക്കുന്ന ആളുകൾക്ക് അത് സുഖകരമായിട്ട് തോന്നുന്നില്ല. രണ്ട്, സിഹിറിന്റെ ഹദീസ് ബുഖാരിയിൽ വന്നത് അദ്ദേഹം ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിനെ പരിഹസിച്ചും എതിർത്തും സംസാരിച്ചു. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു, വിളിച്ചു വരുത്തി. ഷിർക്കിന്റെ വിഷയവും ഇതിന്റെ വിഷയവും ഓരോന്നിനും ഓരോന്നിൻ്റെതായ സ്ഥാനവും പിന്നെ ഗൗരവമുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അദ്ദേഹം ഉറച്ചു നിന്ന് ഞാൻ അംഗീകരിക്കൂല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിനോട് അതിനനുസരിച്ചുള്ള നിലപാടിന്റെ സംഘടന ഇപ്പൊ രണ്ടാളെ പേരിലും തീരുമാനം എടുത്തിട്ടില്ല. ഭരണസമിതിയാണ്. നമ്മളൊരു പിന്നെ സംഘടനാ സംവിധാനം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എന്താ പ്രസംഗിക്കണോടത്ത് നാട് നിർത്തിക്കൊണ്ടുപോവുക, അങ്ങനെ നിങ്ങൾ വികാരം കൊള്ളരുത്. അങ്ങനെ നിർത്തിക്കൊണ്ടുപോകല്ല. ഞങ്ങളെപ്പോലത്തെ ഞാനിപ്പോ അടുത്ത ഒക്ടോബർ മാസത്തിലെ പരിപാടി ഏറ്റ ആളാണ് ഞാൻ. ഏറ്റതൊക്കെയാണ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊക്കെ കാലം കയ്യലുണ്ടാവുമോ?
ഒക്ടോബറിലെ പരിപാടി ഞാൻ വരുന്നതിന്റെ മുമ്പ് മംഗലാപുരത്തൊരു പരിപാടി റസാഖ് ഹാജി വിളിച്ച് ഏൽപ്പിച്ച് ഏറ്റുപോകുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഹനീഫ്, മുജാഹിദ് ബാലുശ്ശേരി, സക്കരിയ സ്വലാഹി, മുനീർ മദനി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഫീൽഡിലുള്ള ആളുകളൊക്കെ 3 മാസം 4 മാസം അപ്പുറം ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, പരിപാടി ഉണ്ടാവും. ഇതൊക്കെ നിർത്തിയിട്ട് കഴിയൂല. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് ഈ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം വന്ന് തൃപ്തികരമായ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞത്. അതൊരു പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ ഇവിടുന്ന് എൻ്റെ പരമാവധി ഞാൻ പറയുന്നുണ്ട്, ഞാനിതിൽ ഏതെങ്കിലും ഒരാള് ഇവിടെ ഈ സദസ്സിന് യോജിക്കാത്ത നിലക്ക് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തവനാണ്, ആരാണെങ്കിലും ശരി, അതിൻ്റെ ഒരു കുറ്റം ഇതിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എന്നെ ആക്ഷേപിച്ചാൽ നിങ്ങൾ ഈ സംഘടനയിൽ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ സംഘടനയിലുള്ള എല്ലാവരും കൂടി പങ്കുവെച്ചെടുക്കണം, എനിക്ക് ഒറ്റക്ക് തരരുത്. കാരണം എന്താ വെച്ചാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും അവനാന്റെ കാര്യം ഏൽക്കണം. ഒരാൾ ഞാൻ എന്നെ നിയന്ത്രിക്കും എന്നുള്ളത്. അപ്പൊ അതല്ലാതെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കരുത്, എന്തെങ്കിലും നിയന്ത്രിക്കണേ ഇവിടുന്ന് ഞങ്ങൾ നിയന്ത്രിക്കും എന്നും പറഞ്ഞതാണ്. എന്നാലും ആ വിഷയത്തിൽ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകർ, മുജാഹിദ് പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഉണ്ടാവേണ്ട ഒരു കൾച്ചർ, ഒരു സ്വഭാവം ഇവിടെ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ അടുത്ത കാലത്താണ് സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി കടന്നു വന്നത് എന്ന മുജീബ് സാഹിബിന്റെ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കാം ആ കാര്യത്തിൽ. ഇനി എന്ത് ചെയ്യണം? പ്രായം ഞാനായി തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഒരഭിപ്രായം പറയേണ്ട സ്ഥലത്താണെങ്കിൽ അത് അവിടെ ഞാൻ പറയും ചെയ്യും. അത് അവിടെ മറ്റു അഭിപ്രായം തീരുമാനം എടുത്താൽ ഞാൻ തീരുമാനത്തിന്റെ കൂടെ നിൽക്കും. അഭിപ്രായം പറയേണ്ടടുത്ത് എൻ്റെ അഭിപ്രായം പറയും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നോട് ഒരു വിഷയത്തിൽ ഒരിക്കൽ എ പി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സർ എൻ്റെ അഭിപ്രായം അറിയാനാണെങ്കിൽ ഞാൻ എൻ്റെതാണ് പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സമ്മതിക്കാനാണ് ഇന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വേറെ അഭിപ്രായം പറയില്ല. ഞാൻ അങ്ങനെ തുറന്നു പറയുന്ന ആളാണ്. അഭിപ്രായം ചോദിച്ചിട്ട് പറഞ്ഞ ആൾ തന്നെ അംഗീകരിക്കണം എന്നാണെങ്കിൽ പിന്നെ അഭിപ്രായം പറയേണ്ടതില്ല, അഭിപ്രായം സ്വീകരിച്ചാൽ മതി. ഉമർ മൗലവി പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അതുപോലത്തെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല, അത് കെ എം മൗലവിയാണ്. ആ കെ എം മൗലവി ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞു. ഉടനെ കെ എം മൗലവി എന്താണ് ഉമർ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിന് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാനൊരു കത്തെഴുതി അദ്ദേഹത്തിന് അയച്ചു. ആ കത്തിൽ വലാകിൻ ലാ അസ്തതിഉ അൻ അഫ്ഖഹ ഇല്ലാ ബിഖൽബി, എനിക്ക് എൻ്റെ മനസ്സുകൊണ്ടല്ലേ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയൂ എന്നായിരുന്നു ഞാൻ അതിൽ എഴുതിയത് എന്ന് പറഞ്ഞു. ഈ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ഇവിടുത്തെ പഴയ ആളുകൾക്കൊക്കെ എന്നെ അറിയാൻ ഇതിൻ്റെ അടിയിൽ കൂടി ഓടി നടന്നിരുന്ന ആളാണ്. റഹീം മൗലവി ഇവിടുന്നാണ് പോയി. അതിന്റെ ശേഷം ഇവിടെ ഇസ്ലാഹി സെന്റർ നിങ്ങൾക്കറിയോ, അതിന്റെ പേരിൽ പിന്നെ ഇവിടെ ഉണ്ടായ പ്രശ്നം, ഉസ്മാൻ ഇവിടെ ഉണ്ട്, അതേപോലെ പിന്നെ അബ്ദുസമദ് ഉണ്ട്. അങ്ങനത്തെ പഴയ ആളുകൾക്കൊക്കെ അറിയാം. അന്നുണ്ടായിരുന്ന പലരും ഇപ്പം നാട്ടിൽ ആരും ഇവിടെ അല്ല. ഈ അന്ന് ഇവിടുത്തെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ രണ്ടായി നിന്ന് പിന്നെ ഒന്നുമില്ല ഇവിടെ. ആ സമയത്താണ് ഞാനൊരു അന്തമല്ലാതെ വരുന്നത്. ഇതിന്റെ ഇടയിൽ കൂടി ഓടി നടന്ന് ഒന്നും ശരിയാണില്ല. ഒടുവിൽ ഞാൻ വിചാരിച്ചത്, ഞാൻ ഷെയ്ഖ് ഇബ്നു ഹജർ ഇവിടുത്തെ ഖാദിന്റെ വീട്ടിൽ പോയി എന്ന് മജ്ലിസ് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ ഖുത്ബ പരിഭാഷപ്പെടുത്തട്ടെ. അപ്പം നിങ്ങളതിന് പരിഭാഷപ്പെടുത്തലില്ലേ? അല്ല, ഇടക്ക് നിർത്തി. അതാണ് തുടങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ കേൾക്കാൻ വരൽ തുടങ്ങി. ഇതൊന്നും ഇവരെ ആരും മറന്നിട്ടുണ്ടാവില്ല. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പതുക്കെ ഇങ്ങനെ തട്ടിക്കൂടിയിട്ടാണ് ആ പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഒരു മസ്ലഹത്ത് കമ്മിറ്റി, ഞാനും പോക്കർമാഷായിരിക്കും അല്ലേ, പോക്കർമാഷും ഞാനും കൂടി. എന്നിട്ട് നാട്ടിൽ ബന്ധപ്പെട്ട് ആ തീരുമാനം റഹീമൗലവി വരുമല്ലേ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം കിട്ടുകയാണ്. റഹീമൗലവി കേപ്പിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രാജി എഴുതി ഇങ്ങോട്ട് അയച്ച്, പിന്നെ അതിന്റെ ശേഷം യോഗം ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ പോവല്ലാതെ ഞാൻ അന്നും ഇസ്ലാഹി സെന്ററിന്റെ ഒരു സാരഥ്യത്തിലേക്കും ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇതിന്റെ സെക്രട്ടറി ആകാനും പോയിട്ടില്ല, പ്രസിഡന്റ് ആകാനും പോയിട്ടില്ല, ഒരു എക്സിക്യൂട്ടീവിനും ഞാൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന്റെ ഞാനൊരു ദാഴി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടെ ജോലിക്ക് വന്ന ആളാണ്. റയ്യാൻ വാട്ടറിൽ ജോലിക്ക് വന്നതാ. ഷാറാസത്തിലെ ഗോൾഡൻ കളക്ഷനിലായിരുന്നു എനിക്ക് ജോലി. 6 മാസത്തിനിടയ്ക്ക് 2 ടെലക്സ് മാത്രമാണ് ഞാൻ അയച്ചതിന്റെ ജോലി അതായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു മാസം വേറെ ഒരു തസ്ജീലാത്ത് ഇസ്ലാമിയയിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഖലാസ് കഴിഞ്ഞ് വേറൊന്നുമില്ല. ഇങ്ങനെയാണ്. അതല്ലാതെ നിങ്ങൾക്ക് പക്ഷെ ഞാനൊരു ഇന്നെ ഏൽപ്പിച്ചൊരു പണി എടുക്കുന്നിടത്ത് അത് കണിശായിരിക്കും, കൃത്യമായിരിക്കും. അത് ആരെ മുഖം നോക്കാതെ പറയും. അതുകൊണ്ട് എന്നോട് പലർക്കും വെറുപ്പുണ്ടാവും.
അതിൻ്റെ ഒരു ദോഷമാണെങ്കിൽ അത് ദോഷമാണ്, ഗുണമാണെങ്കിൽ ഗുണമാണ്. എനിക്കങ്ങനെ കഴിയുള്ളൂ. പക്ഷെ ഒരു സംഘടന എന്നുള്ള നിലക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതൊക്കെ ചെയ്യലുമുണ്ട്. അതിന് ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾ. ഞാനിതിനൊരു പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ചെറ്റ വിളിക്കാനോ അല്ലെങ്കിൽ കയ്യും കാലും വെട്ടിമുറിക്കാനോ അതിനൊന്നും ആരും മെനക്കെടണ്ട. സാധു അതിന് വെറുതെ വിടുക. നിങ്ങൾ ഇത്ര മാത്രം ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? TPO APO രണ്ടിലൊരാൾ എനിക്ക് സമ്മതം തന്നാൽ മതി. ഇത് മാറിക്കണേ മാറിന്നോ, ഞാൻ മാറിക്കും. ഈ ആദർശവും ഈ ആദർശ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കലുമാണ് എനിക്ക് ഏറ്റവും വലുത്. ഈ ചുമരാണ് തകർന്നാലേ ഞാൻ വലിയ കലാകാരനായിട്ട് ഒരു കാര്യമല്ല. ചിത്രം വരയ്ക്കണമെങ്കിൽ ഇവിടെ ചുമര് വേണം. എനിക്ക് വലിയ ആദർശമുണ്ട്, ഞാൻ ഇങ്ങനത്തെ ആള് വളരെ സൂക്ഷ്മം എന്ന് പറഞ്ഞിട്ട് എന്താ? ഈ പ്രസ്ഥാനവും സംഘടനയും സംവിധാനവും അല്ലെങ്കിൽ ഓന് പെരി പോയിരിക്കാം. ഒറ്റക്ക് ഒരാൾക്ക് ഒറ്റ മരം കാവാകൂല എന്നാ പറയല്. അതുപോലെ ഈ കൂട്ടായ്മയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഇതുപോലത്തെ ദായിമാരെ പണ്ഡിതന്മാരെ ഇതിങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാക്കി. ഇത് തകർത്താൽ അവിടെ ഇങ്ങനെ ചെറിയൊരു ഒരു സിമന്റ് പൊളിഞ്ഞിട്ടുണ്ട്, ഇവിടെ നിറം മങ്ങിയിട്ടുണ്ട്, എന്നത് ഉന്തിപ്പൊളിക്കല. ആ മങ്ങിയത് നന്നാക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, നന്നാവില്ലെങ്കിൽ ഇതെങ്കിലും നിന്നാലേ നമുക്ക് അയിമ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. ഞാൻ കലാകാരനായിട്ട് കാര്യമില്ല, ഈ സംഘടന ഇവിടെ നിലനിൽക്കണം. അതിന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഘടനന്റെ നേതൃത്വം ഇത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ. 50 കൊല്ലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് AP അബ്ദുൽ ഖാദർ മൗലവി. ഏകദേശം അതേ കാലം തന്നെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അവസാനത്തെ 30 കൊല്ലക്കാലം ഇതിന്റെ നേതൃനിരയിൽ നിന്ന ആൾ തന്നെയാണ് TP. ISMന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടാ പോന്നിട്ടുള്ളത്. ഉമരി ഇന്നത്തെ ജമിയത്തുലമന്റെ പ്രസിഡന്റും KSK സെക്രട്ടറിയും പിന്നെ TP പ്രസിഡന്റ് ആയി വന്നിട്ടുണ്ട്. ആ നിലക്ക് പ്രവർത്തിച്ച് പാരമ്പര്യം പരിചയമുള്ള ആളുകളാണ്. അപ്പൊ അവരിങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ വളരെ ആലോചിച്ച്, എന്നാൽ ഇതിന്റെ കമ്മിറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്താ അറിയും, ഞങ്ങൾക്കൊക്കെ മടവൂരിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ തീരുമാനം എടുക്കാൻ വൈകി എന്ന് ആക്ഷേപിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ആക്ഷേപിച്ചെങ്കിലും പിന്നീട് അരി അബ്ദുൽ റസാഖ് മൗലവി പറഞ്ഞു, സലഫി നിൽക്ക്, നമ്മൾ ഈ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം നമുക്കല്ല, എപ്പോഴും എടുത്തുകൂടെ നമുക്ക് ഈ തീരുമാനം. പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധിയായിരുന്നു ശരി എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു. കാരണം നമ്മൾ പുറത്താക്കിയതല്ല, ഒരു പിരിഞ്ഞാണ് പോയതാണ്. പുറത്താക്കിയാലോ ഓരിങ്ങനെ ഷഹീദായിട്ട് ആളുകളെ മുന്നിൽ നിൽക്കും. അപ്പൊ ഇതുപോലെ ഈ വിഷയത്തിലും ഇത്രയും അവധാനത ഈ മുതിർന്ന നേതൃത്വമാണ്. നിങ്ങളോ ഞാനോ ഒക്കെയാണെന്ന് വിചാരിക്കുക. നമ്മളെ തീരുമാനമൊക്കെ 6 കൊല്ലം 5 കൊല്ലം ഒന്നും നിൽക്കൂല, അതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിട്ടും നമ്മൾ ഈ നേതൃത്വത്തെ ആക്ഷേപിക്കുന്നത്, പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് വെച്ചാൽ കുറച്ച് അധികമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അപ്പോ KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരാള്, അതാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ എന്നാ ഇരിക്കി. ശരി, ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ അള്ളാനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നതിൽ കളവുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ KKP അബ്ദുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കോ സംഘടനയിലേക്കോ കൊണ്ടുവന്നതോ കൊണ്ടു നടന്നതോ ഞാനല്ല. ഞാൻ 4 പ്രാവശ്യം പയ്യന്നൂര് ഭാഗത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെ പ്രസംഗം കേൾക്കാൻ വന്ന് ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. ISMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി CP സലീമാണ് ഇപ്പറഞ്ഞ KKP അബ്ദുള്ളയെ സംഘടനയിലേക്ക് കൊണ്ടുവന്നത്. മടവൂർ ചാരൻ എന്നൊക്കെയാണ് ഇപ്പൊ പറയല്. കൊണ്ടുവന്നത് CP സലീമാണ്, ഞാനല്ല. KNMന്റെ കഴിഞ്ഞ കാലത്തെ ദഅ്വാ വകുപ്പ് കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ദഅ്വാ സമിതിയിൽ KKP അബ്ദുള്ള അംഗമായിരുന്നു. ദഅ്വാ സമിതിയുടെ റെക്കോർഡുകളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്.
CP സലീം, അതേപോലെ താജുദ്ദീൻ സലാഹി, അതേപോലെ തന്നെ അബ്ദുൽ ഖാദർ പറവണ്ണ, അതേപോലെ തന്നെ പിന്നെ നബീൽ രണ്ടത്താണി തുടങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ KKP അബ്ദുള്ളയും ദഅ്വാ സമിതി അംഗമാണ്. 13 വിഷയങ്ങൾ തയ്യാറാക്കി സമിതിയിൽ അവതരിപ്പിക്കാൻ KKP അബ്ദുള്ളയെ ആ കാലത്ത് ഏൽപ്പിച്ചിരുന്നു. അതിലൊന്നിലും ഈ ഉള്ളവന് ഒരു പങ്കും ഇല്ല. ഈ KKP അബ്ദുള്ള സക്കരിയ സ്വലാഹിയുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും എടുത്ത് അദ്ദേഹത്തിന് എതിരിൽ കുറെ രേഖകളുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. എന്റെ അടുക്കൽ ഞാൻ ഈ പോയ സന്ദർഭത്തിൽ അത് വന്ന് പറഞ്ഞു. രണ്ടാമതും പറഞ്ഞു. മൂന്നാമത് ഈ പറയുന്നതിന് രേഖകളുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിയില്ല. പിന്നെ ഒരു പ്രാവശ്യം എനിക്കത് കൊടുത്തയക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഒരു പള്ളി ഉദ്ഘാടനത്തിന് APU ഞാനും പോകേണ്ടതാണ്. എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് APന്റെ ഡ്രൈവറെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു നോക്കിയിട്ട് അതിൽ 80% എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. അത് ഇപ്പൊ എൻ്റെ ഒരു ശൈലി അതാണ്. ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് ഗണ്യതമായി തെളിയിക്കാൻ കഴിയണം, അല്ലാത്തത് ഉന്നയിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇയാൾ കൊടുത്തയച്ചതിൽ 80% എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരിക്കൽ കണ്ടപ്പോൾ ഇനി എന്നോട് ഈ വിഷയം പറയരുത്, സംഘടനാ നേതൃത്വത്തോട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഞാനും KKPയും തമ്മിലുള്ള ബന്ധം. വീണ്ടും KKP ഈ വിഷയത്തിൽ ഇത് ആദ്യത്തിൽ നമ്മളെ നിലപാട് പ്രബോധന രംഗത്ത് ഇത് വിഷയമാക്കരുത്, സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കരുത് എന്നാണ്. അപ്പൊ ഈ വിഷയം ചിലർ പ്രസംഗിക്കുന്നത് പോലെ ഈ KKP അബ്ദുള്ള എഴുതി ചില നോട്ടീസുകൾ ഇറക്കി, പിന്നെ ഒരു ബുക്ക് തന്നെ ഇറക്കി. ഈ ബുക്ക് ഒരാളുടെ കയ്യിൽ എനിക്കും കൊടുത്തയച്ചു. ഞാൻ ചോദിച്ചു, ഇതെന്താ? ഇത് അബ്ദുള്ള തന്നതാണ്. ആ ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാനത് വാങ്ങിയിട്ട് മേശപ്പുറത്തേക്ക് ഒരു ഏറ് കൊടുത്തു. ഈ വിവരം അബ്ദുള്ളക്കറിയാം, എന്നോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആ പുസ്തകം ഞാൻ വായിച്ചിട്ടേ അല്ല. ഈ പുസ്തകം എഴുതിയപ്പോൾ ഞാൻ സംഘടനയിൽ ആവശ്യപ്പെട്ടു അബ്ദുള്ളക്കെതിരിൽ എന്തെങ്കിലും നടപടിയെടുക്കണം. ഞാനാണ് അബ്ദുള്ളനെ താങ്ങിക്കൊണ്ട് നടക്കണമെന്നാണല്ലോ പ്രചരണം. ഞാൻ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ള ആ ഒരു യോഗം നടക്കുമ്പോൾ സലീം പുറത്തു വന്നു. സലീമിനോട് പറഞ്ഞു, സലീം, ഈ KKP അബ്ദുള്ളയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ കൊടുക്കരുത്, അത് തടഞ്ഞു വെക്കണം എന്നാവശ്യപ്പെട്ടു. TPയെ വിളിച്ചു ഞാൻ പറഞ്ഞു, സർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇവൻ്റെത് തടഞ്ഞു വെക്കണം. അത് അപ്പുറത്ത് ചിലർ പ്രസംഗിക്കുന്നത് പോലെ ഇപ്പുറത്ത് എഴുതി പ്രചരിപ്പിക്കുന്നതും രണ്ടും തെറ്റാണ്. രണ്ടും ഒരുപോലെ തെറ്റാണ്. ആ ആശയം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പറയരുതെന്നുള്ള സംഘടനാപരമായി അത് തെറ്റാണ്. KKP അബ്ദുള്ളക്ക് എന്നോട് ദേഷ്യമായി. ഈ കാലയളവിൽ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നേതാക്കന്മാരോട് പറഞ്ഞോ, ഇനി എന്നോട് പറയണ്ട. നേതാക്കന്മാർ എന്നെ അറിയില്ലല്ലോ, അറിയാത്തവർക്കും പോകാം, ഒരു പ്രശ്നവും അതിലില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ മദനിന്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു, മദനിന്റെ അടുത്ത് അതിനേക്കാൾ എളുപ്പമാണ്. ഈ അബ്ദുള്ള മദീനത്തുലുലൂം ലൈബ്രറിയിൽ ജമിയത്തുൽ ഉലമയുടെ നിർവാഹക സമിതി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മദനിന്റെ തൊട്ടടുത്താണ് ഞാനിരിക്കണം. മദനിക്ക് 2-3 ഏതാ ഈ KKP അബ്ദുള്ള എന്നിട്ട് ഒരുത്തൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ ഒരുത്തനാണ്, ഓനിങ്ങനെ ഒരു പരാതിയായിട്ട് വന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ഓന് ഇവിടെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്, അത് പുറത്തിറങ്ങിയിട്ട് അതിന് വാങ്ങിക്കളി. സക്കരിയ യോഗത്തിൽ ഇരിക്കുന്നുണ്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. മദീനത്തുലുലൂം ലൈബ്രറിയിൽ നിന്ന് അതിന്റെ വരാന്തയിലേക്ക് ഇറങ്ങിയിട്ട് അവന്റെ കയ്യിലുള്ള CDയും കുറച്ച് കടലാസുകളും മദനിക്ക് വേണ്ടി കൊണ്ടുവന്നത് മദനി വാങ്ങി. ശരി, പിന്നെ കാണാം, ഞങ്ങൾ തിരക്കിലാ, മീറ്റിംഗിലാന്ന് പറഞ്ഞു പോയി. ഏതെങ്കിലും ഒരാളുടെ അടുക്കലേക്ക് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് ഒരിക്കലും ഈ അബ്ദുള്ള എന്റെ മുമ്പിൽ വെച്ചും പറയില്ല. അന്ന് ആ പറഞ്ഞത് എനിക്കറിയാം. ആരാണ് അബ്ദുള്ളയെ കൊണ്ടിത് പറയിപ്പിച്ചത്, എങ്ങനെയാണ് പറയിപ്പിച്ചത്. ഞാൻ ഈ ക്ലിപ്പ് ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ മൊബൈലെടുത്തിട്ട് എനിക്ക് കൊണ്ടുവന്ന് കേൾപ്പിച്ചത്. ശുദ്ധമായ കളവുകളാണ് അതിലുള്ളത്. എന്നെ ഞാൻ പിന്നെ ആ പ്രദേശത്തുള്ള 1-2 ആളെ വിളിച്ചിട്ട് ഇവനെന്തങ്ങനെ, അപ്പം എന്നോട് ചോദിച്ചു, സർ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാം. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്തിട്ടും കാര്യമല്ല, ഇവനുണ്ടാക്കിയ ഈ ഫിത്തനക്ക് ഒരു പരിഹാരവും ഇല്ല.
ഓന് നിങ്ങളെ മുന്നിൽ കൂട്ടിക്കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഓൻ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യണോ? എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും വേണ്ട, ഒന്നും ചെയ്യും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഞാൻ തളിപ്പറമ്പല്ല, എന്താ അവിടേക്ക് പറയല്, വളപട്ടണത്ത് ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇവൻ ആ പ്രദേശത്തുണ്ട്. ഞാൻ അവനെ വിളിക്കാൻ പറഞ്ഞു. അവിടെ നമ്മളൊരു പ്രവർത്തകന്റെ വീട്ടിൽ ചെന്നിരുന്ന് അവന് മുമ്പിൽ ഇരുത്തിയിട്ട് ഇത് ഒരു മൊബൈലിൽ ഞാൻ കേൾപ്പിച്ചു. വേറെ 3 ആള് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ആ വീട്ടിൽ. 15 മിനിറ്റ് നേരം അത് പിന്നെ കേൾപ്പിച്ച് ഞാൻ ചോദിച്ചു, അബ്ദുള്ള ഇത് എൻ്റെ ശബ്ദമാണോ? അതെ. ഉറപ്പാണോ? ഉറപ്പ്. ഈ പറഞ്ഞത് സത്യമാണോ? അല്ല. എന്തിനാ പിന്നെ ഈ പറഞ്ഞത്? എനിക്ക് ആകെ നിരാശ വന്ന കളവ് പറയല. അല്ല, അങ്ങനെയല്ല. സക്കരിയ സലാഹിന്റെ ഈ വിഷയം ശരിക്കും അറിയുന്ന ഒരാളാണ് നിങ്ങൾ എന്നിട്ട് സക്കരിയ സലാഹിനെ എതിർക്കണില്ല. നോക്കണം, ഞാൻ സക്കരിയ സലാഹിനെ എതിർത്തിറക്കണ പണിയാന്ന് വേറൊരു ഭാഗത്ത്. ഇവന്റെ വാദം നിങ്ങൾ സക്കരിയ സലാഹിനെ എതിർക്കണില്ല, നേതൃത്വം നിഷ്ക്രിയാണ്. അപ്പൊ ഇനി ഒരു രക്ഷയില്ല എന്ന് തോന്നി. ആ നിരാശയെന്ന് ഇങ്ങനെ ഉണ്ടായി. മാത്രമല്ല, ഞാൻ പനി പിടിച്ച് വീട്ടിൽ കിടക്കുമ്പോഴാണ് ഈ അസ്ലമല്ല, എന്തോന്റെ പേര്, സാലിം അവിടെ പഠിക്കാൻ വേണ്ടി BEd വന്നപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് എന്നേറ്റ് വളരെ അടുപ്പം കാണിച്ച് വളരെ വിശ്വസ്തനായി ചമഞ്ഞ് അങ്ങനെ വിളിച്ച് അപ്പം അങ്ങനെ ഓരോന്ന് പറയിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ കളവാണെന്ന്. ഇനി സാർ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യും? അന്റെ ഈ കളവ് പറഞ്ഞ ക്ലിപ്പ് ലോകം മുഴുവൻ എത്തി. അതൊരു വലിയൊരു പുണ്യകർമ്മമായിട്ട് ചിലർ കൊണ്ട് നടക്കുകയാണ്. അവരുടെ അടുക്കലേക്ക് പോയിട്ട് എനിക്കിത് തിരുത്താൻ കഴിയുമോ? ഒരിക്കലും എനിക്ക് കഴിയില്ല. ഞാൻ ഇത് തെറ്റാന്ന് അറിഞ്ഞാണ്ട് ഒന്ന് എഴുതിക്കോട്ടെ, എനിക്കിഷ്ടമുള്ള ഇത് ചെയ്തോ. ഒരു പേജിൽ അത് അവിടെ ഉണ്ടായിരുന്ന ഒരാള് അവനെ കൊണ്ട് വായിപ്പിച്ച് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലിട്ട്. അതാരും കണ്ട വർത്താനം കേൾക്കലില്ല. KKP അബ്ദുള്ള ഞാൻ പറഞ്ഞത് സലഫിനെ പറ്റി പറഞ്ഞതൊക്കെ കളവാണ് എന്ന് പറഞ്ഞു എന്ന് ആരും പറയുന്നില്ല. ആദ്യത്തത് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇതാണ് അതിലുള്ള റബ്ബ് സാക്ഷി. ഞാൻ ഈ പറഞ്ഞത് 100% ഹക്ക്. ഈ KKP അബ്ദുള്ള ഒരു ബന്ധവും എനിക്ക് അവനായിട്ടില്ല. അവന്റെ മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് അവന് വിവരം അറിയാം. എന്നോടുള്ള വെറുപ്പും ദേഷ്യവും അതാണ്. പിന്നെ അതിന്റെ ശേഷം ആ യൂണിറ്റ് ഇപ്പോ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ആ യൂണിറ്റ് പിന്നെ പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കിയതാണ് ആ പ്രദേശത്ത്. ആ യൂണിറ്റിന് തൽക്കാലം അംഗീകാരം കൊടുക്കേണ്ടതില്ല എന്ന് വേറെ ചില കാരണങ്ങളാൽ തീരുമാനിക്കപ്പെടും. ഇനി ആ യൂണിറ്റിന് അംഗീകാരം കൊടുക്കുകയാണെങ്കിലും ഇവന്റെ മെമ്പർഷിപ്പ് ക്യാൻസലാക്കാൻ ഈ പുതിയ കമ്മിറ്റി വന്നതിന്റെ ശേഷം ഞാനാണ് എക്സിക്യൂട്ടീവിൽ പറഞ്ഞത്. ഇനി നിങ്ങൾ പറയും, എന്നെ പറ്റി അത്രേ പറയുള്ളൂ, അതോ ഞാൻ ഓനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കരുത്? എന്താ ഞാൻ എന്നെ കൊണ്ട് കളിപ്പിച്ചത്? ഇവിടെ ഈ കാണുന്ന യസീദ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനായ കുട്ടി, ഇവനും ഞാനുമുള്ള ബന്ധത്തിന്റെ 10-1, 25-1 ബന്ധം നിനക്ക് ഞാനുമായിട്ടുണ്ടോ? ഈ 4 പ്രാവശ്യം കണ്ടു എന്നല്ലാതെ. ശരിയാണ്, ഓൻ സമ്മതിച്ചു. ഇതാണ് ആ വിഷയം. 2, അബ്ദുള്ള സുല്ലമി പറഞ്ഞു എന്നുള്ളതാണ്. എന്റെ ജ്യേഷ്ഠനാണ്. എന്റെ ജ്യേഷ്ഠൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റാണെന്നൊരു സദസ്സിൽ ഞാൻ അവനെ മോശമാക്കി ഞാൻ സംസാരിക്കുന്നില്ല. അബ്ദുള്ള സുല്ലമി എന്നുള്ള വ്യക്തി എന്റെ ജ്യേഷ്ഠനാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ ഞാൻ മാറ്റി നിർത്തുന്നു. വിഷയം പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് എന്റെ ജ്യേഷ്ഠനോട്, അവൻ എന്നോട് എന്ത് ചെയ്താലും മുറിച്ചാൽ മുറിയാത്ത രക്തബന്ധമാണ്. ആ ബന്ധം മുറിയാൻ, അതിന് ഉടച്ചിൽ സംഭവിക്കാൻ ഞാൻ ഒരു കാരണമാവരുതേ എന്ന് ആ ക്ലിപ്പ് ഇറങ്ങിയ അന്ന് മുതൽ ഞാനത് കേട്ടിട്ടില്ല. എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ സ്വല്പം കേട്ട് അത് ഓഫാക്കി. ഞാനത് കേൾക്കില്ല. കേട്ടാൽ ഞാൻ ഒരു മനുഷ്യനാണ്, പ്രതികരിച്ചു പോകും. പക്ഷെ അത് കേട്ടവർക്ക് അറിയാം. കേട്ട പലരും പറഞ്ഞു അത് കേട്ടാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നു. അതിലുള്ള എന്തെങ്കിലും വിഷയമാണ് എങ്കിൽ അത് ഞാൻ പറയാം. ഞാൻ ഈ CD മടവൂരികൾക്ക് കൊടുത്തു എന്നാണ് ഞാൻ പറയട്ടെ. ഇപ്പൊ യൂസുഫ് അൻസാരിക്ക് അറിയാം, ഞാനുമായിട്ട് ഇപ്പൊ PT വീരാൻകുട്ടി സുല്ലമിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്.
PT വീരാൻകുട്ടി സുല്ലമിയോട് ഇതറിഞ്ഞപ്പോ NV സക്കരിയ നേരിട്ട് വിളിച്ച് ചോദിച്ചു, അനക്ക് ഈ CD തന്നത് സെലഫിയാണോ എന്ന് ചോദിച്ചു. അല്ല, ഇത് വീരാൻകുട്ടി നേരിട്ട് NV സക്കരിയാനോട് പറഞ്ഞതാണ്. കാരണം സക്കരിയ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടൊക്കെ നേരിട്ട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ആളാണ്. എന്നോട് സക്കരിയ നേരിട്ട് പറഞ്ഞു. പോട്ടെ, വീരാൻകുട്ടി ഞാനുമായിട്ട് ഒരു നിലക്കും അടുക്കാത്ത ആളാണ്. പഠിക്കണ കാലത്ത് എൻ്റെ സീനിയറാണ്. ഞങ്ങൾ സംഘടനാ കാര്യങ്ങളിലും മറ്റ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരം പുലരുവോളം ഇരുന്ന് സംസാരിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ ഈ പിളർപ്പിന്റെ ശേഷം ഒരിക്കലും എൻ്റെ അടുക്കലേക്ക് അടുക്കാൻ സാധിക്കാത്ത, ധൈര്യം വരാത്ത ആളാണ് വീരാൻകുട്ടി സുല്ലമി. ആകെ ഐക്യ ചർച്ച, ഇപ്പൊ നമ്മളെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അടുത്ത് കാണുക. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒരു കയ്യെന്നുങ്ങാണ്ട് വലൈക്കും അസ്സലാം എന്ന് പറയും. അതിൻ്റെ അപ്പുറം ലോകത്തിനും പോലില്ല. എന്നിട്ട് ഞാനിത് കൊടുത്തു. ഇനി വീരാൻകുട്ടിക്ക് എന്നല്ല, ഒരു കുട്ടിക്കും ഈ CD ഞാൻ കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. ഇത്രയും ഈ മടവൂരികളോടും ഇവരോടുമൊക്കെ ഞാൻ പറയാം, ആകെക്കൂടി ഐക്യത്തിന് തകരാറ് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്നല്ലേ പറഞ്ഞു നടക്കല്. ഇപ്പൊ മാത്രം ഞാനിങ്ങനെ ഒരു മടവൂരികളതാക്കുന്ന ആളായത്. ഇപ്പോഴും ഏറ്റവും അവസാനം പരപ്പനങ്ങാടിയിൽ അവർ നമ്മളൊന്നായിട്ട് ശക്തമായി ആക്രമിക്കുന്ന ഒരു പരിപാടി നടത്തി. അതിന് മറുപടി പറയാൻ ഞാനും ഹനീഫ് കായക്കൊടിയാണ്. അനസ് മൗലവി വരേണ്ടതാന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കൃത്യമായിട്ട് ഓർക്ക് മറുപടി പറയേണ്ടടുത്ത്, പക്ഷേ ഇവർക്ക് പറയേണ്ടടുത്ത് അവർക്ക് പറയും, മറ്റവർക്ക് പറയേണ്ടടുത്ത് അത് പറയും എന്നല്ലാതെ എല്ലായിടത്തും എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കേണ്ട തൊട്ടീനൊക്കെ മടവൂരിയാള്, മടവൂരിച്ചാരന്മാര് എന്ന് പ്രസംഗിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് എൻ്റെ വിമർശനത്തിനും എൻ്റെതായ ഒരു ശൈലിയും മര്യാദയുണ്ട്. എനിക്കറിയാം, ഇന്നിപ്പോൾ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന കീഴ്ശ്ശേരിക്കാരനായ ഒരു ഫൈസി എന്നോട് പറഞ്ഞത്, ഞാൻ മുജാഹിദാകാണ്ടായ കാരണം പേരോടിൻ്റെ കാസറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കേൾക്കും. കുറേ മൂന്നാല് റൗണ്ട് കേട്ടപ്പോൾ എന്നാൽ പിന്നെ ഇതിന് പറയണമെന്ന് കേൾക്കട്ടെ വിചാരിച്ചിട്ട് നിങ്ങളത് കൊണ്ടുവന്ന് കേട്ട്. അതിങ്ങനെ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ അയാൾ ഇക്കോലത്തിൽ ചീത്ത പറഞ്ഞിട്ട് നിങ്ങളെന്താ തിരിച്ച് ചീത്ത പറയാത്തത്? ഇതാണ് സത്യത്തിൽ എന്നെ ചിന്തിപ്പിച്ചത്. ഇത് ഞാനും കുറച്ചൊക്കെ വല്ലാതെ കുത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. തീരെ പറയില്ല എന്നല്ല, എൻ്റെത് വളരെ മെച്ചാന്നുമല്ല. പക്ഷെ എൻ്റെ പ്രസംഗം മുമ്പേ കേൾക്കുന്ന ആളുകൾക്കറിയാം ഞാൻ ആ ഒരു ശൈലിയിലേ പോകലുള്ളൂ. അത് എല്ലാവരെ സംബന്ധിച്ചും അത്രേ ഉള്ളൂ. അതിൽ ഇവരും പക്ഷെ എൻ്റെ ആദർശം പറയുന്നിടത്ത് ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കലില്ല. അതിനൊരു മയം ഉണ്ടാവില്ല. പക്ഷെ വെറുതെ പോത്തേ ചെറ്റേ അല്ലെങ്കിൽ അതേ ഹംകേ എന്നൊന്നും വിളിക്കാനും പറയാനും പോവില്ല. വളരെ പറയേണ്ട ഘട്ടത്തിൽ ഇപ്പം അബൂബക്കർ സിദ്ദീഖും ഒരു വാക്ക് സാധാരണ നമ്മൾ പറയാൻ പാടില്ലാത്തൊരു വാക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞത് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരികയാണെങ്കിലൊക്കെ പറയുന്നല്ലാതെ ഇതേ ഉള്ളൂ. വിഷയം അതാണല്ലോ. ഞാൻ വീരാൻകുട്ടിക്ക് നല്ല നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്കും അതിൻ്റെ CD ഞാൻ കൊടുത്തിട്ടില്ല. ഇത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഹക്കാണ്, അള്ളാഹു സാക്ഷിയാണ്. അത് ഇന്നലെ ഇവിടെ പറഞ്ഞതാണ്. ഇന്നലെ അമീറുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ എങ്ങനെ ചോർന്നു എന്നുള്ളതിന്. ആരാ ഈ ചോരണത് നോക്കിക്കണത്? കാണാൻ കഴിയോ? ഇല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ISMന്റെ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പാ. ആ തെരഞ്ഞെടുപ്പിൽ ചെയ്ത പ്രസംഗമാണ് യൂട്യൂബ് പോയത്. ഇതെങ്ങനെ ചോർന്നതെന്ന് എന്താ ആരും ചോദിക്കാത്തത്? ഇത് സാധാരണ കൗൺസിലല്ല. ഈ കൗൺസിൽ സാധാരണ കൗൺസിലല്ല. ഇതിൽ സ്വാഗതം, അധ്യക്ഷൻ, ആമുഖം, അതേപോലെ തന്നെ 2 ആള് വിഷയം അവതരിപ്പിക്കൽ, സമാപന പ്രസംഗം, നന്ദി. കണക്ക് വായനല്ല, റിപ്പോർട്ട് വായനല്ല, ഒന്നുമില്ല. നമ്മൾ ഈ വിഷയത്തിൽ ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനവും അതിൻ്റെ ആശയവും നമ്മുടെ കൗൺസിലർമാരെ KNM, ISM, MSM കൗൺസിലർമാരെ വിളിച്ച് ഇതവരോട് പറയുക. കാരണം ബാക്കിയുള്ളവരോട് പറയുന്നതിനേക്കാൾ ഇത് ആദ്യം അറിയേണ്ടത് ഇവരാണല്ലോ. ഇതിനാണ് ആ കൗൺസിൽ. പിന്നെ എന്തിനാ കൗൺസിൽ റെക്കോർഡ് ചെയ്ത് ഭയങ്കര കുറ്റമായിട്ട് ചിലരുത്. ഇതിന്റെ കാരണം അറിയാം നിങ്ങൾക്ക്? ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ ഞാൻ ആദ്യം എനിക്കിത് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ആ എക്സിക്യൂട്ടീവിന്റെ ഇടയ്ക്കൊന്ന് പുറത്തു പോയി. പിന്നെ അതിന്റെ ശേഷം ഞങ്ങളെ സെക്രട്ടേറിയറ്റിൽ ഞാൻ പ്രൊഫസർ അബ്ദു സാഹിബിനോട് പറഞ്ഞു, നിങ്ങളെ പേരിൽ നിങ്ങളാണിത് പോയി. ഇപ്പൊ ഞാനായി മാറിയെന്ന്.
അവിടെയൊക്കെ അബ്ദു സാഹിബാണ് ഇത് കൊടുത്തതെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിത് എടുത്തു കൊടുത്തു എന്നാണ് പറയണത്, ഇതിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടോ? മൂപ്പര് പറഞ്ഞു, ഇല്ല. ഞാൻ ഇതിന്റെ കോപ്പി അപ്പൊ ഇത് റെക്കോർഡ് ചെയ്തത് നിങ്ങൾ അല്ലത്, അപ്പൊ ഞാനല്ല. അപ്പോഴാണ് TP പറഞ്ഞത്. അവിടെ വെച്ച് ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആദ്യം പറഞ്ഞു, ഇത് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ സംഘടനന്റെ ആദർശത്തിനും നിലപാടിനും എതിരായ ഒരുപാട് CD-കളുണ്ട്. അത് സ്വകാര്യമായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് നമ്മളെ തീരുമാനം? അത് ഇതാന്ന് പറഞ്ഞ് കൊടുക്കാവുന്ന ഒരു CD ഇല്ല. അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യണം. ഒന്ന്. വേറൊരാൾ പറഞ്ഞു, അതുമല്ല, ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യേണ്ട പറഞ്ഞാലും ഇപ്പൊ ഇവിടെ തന്നെ ആരെങ്കിലും മൊബൈലുകൊണ്ട് ഇതൊക്കെ പിടിക്കണ്ടോന്ന് അള്ളാഹു ആല. ബൈലക്സ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാനായി വന്ന് വിട്ടീണ്. മനസ്സിലായില്ലേ? ഇതാർക്കപ്പം അത് അറിയാത്തത്? ആർക്കാ അത് ഈ വിഷയത്തിൽ ഇനി വല്ല സ്വകാര്യതയുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് മൊബൈലിൽ പിടിക്കണേ, അതിപ്പോ ബൈലക്സ് പിടിച്ച അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്ട് പിന്നെ അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് ഒരു കുരങ്ങിന് മനുഷ്യന്റെ തല വെച്ചു കൊടുക്കാൻ വളരെ വിദഗ്ധമായിട്ട് കഴിയുമല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഞാൻ ഇട്ടിട്ടുള്ളത് മറ്റേ അറബി ഡ്രസ്സാണ്. അപ്പൊ ഇതല്ല പാസ്പോർട്ടിക്ക് വെക്കാൻ. അതിന് പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്നാൽ മതിയാറ്. കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ വന്നപ്പോൾ ടൈയൊക്കെ കെട്ടിയിട്ടുള്ളത്. ഇതല്ല ഇപ്പോഴത്തെ കാലം. ഞാൻ ടൈയും കെട്ടിയിട്ടില്ല, ആ കോട്ടും ഇട്ടിട്ടില്ല. പക്ഷെ എന്റെ ഫോട്ടോ തന്നപ്പോ ഞാൻ തോപ്പിട്ടിങ്ങാണ്ടാണ് നിന്നെടുത്ത് മൂപ്പർ അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഫോട്ടോ വന്നത് മറ്റതാണ്. ഇതാ കാലം. ഇതുപോലെ അവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് അതും ഇതും ഇങ്ങോട്ട് യോജിപ്പിച്ച് ഒരു ഇതും ഇല്ലാത്ത നിലക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ലേ? ഈ പണികളാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, ഈ കാരണത്താൽ ഒരാൾ ആവശ്യപ്പെട്ടത് നമ്മൾ ഇത് അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് നെറ്റിലും പടിയൊക്കെ വിടും. അതുകൊണ്ട് പൂർണ്ണ രൂപത്തിൽ നമ്മളെടുത്ത് വേണം. അപ്പൊ TP അധ്യക്ഷൻ പറഞ്ഞു, ശരി, റെക്കോർഡ് ചെയ്യാം. ഇതനുസരിച്ച് സംഘടനാ സെക്രട്ടറി പ്രൊഫസർ അബ്ദു ഇവിടുന്ന് ഇതൊക്കെ ആളെ അയക്കണോ? എന്നാൽ നമുക്ക് സംഘടനയ്ക്ക് തന്നെ ഏൽപ്പിക്കണതുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിട്ട് എന്തിനാ പിന്നെ വേറൊരാളെ ഏൽപ്പിച്ചതെന്ന്. അപ്പൊ ഇത് ഇവിടുന്ന് കെട്ടിക്കൊണ്ടുവരണോ അതല്ല അവിടെ ഏൽപ്പിക്കാൻ പറ്റുമോ? അവിടെ ഹിന്ദുവായ ഒരുത്തൻ, ഞാനല്ല അത് ഏൽപ്പിച്ചത്, അതും എൻ്റെ പേരിക്ക് ഇനി ചാർത്തണ്ട. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ബോധപൂർവം ശ്രദ്ധിക്കുന്ന ആളാണ്. അത് അവനേറ്റ് ബന്ധമുള്ള നമ്മുടെ അവിടുത്തെ ഒരു പ്രവർത്തകൻ, ഒരു മുസ്ലിമായ ഒരുത്തനാണെങ്കിൽ ഓൻ ഒന്നുകിൽ സുന്നിയാവോ അല്ലെങ്കിൽ ജമാഅത്താവോ, ഓൻ്റെ എഴുതുന്നതൊക്കെ ചോർന്നു പോകും. അപ്പൊ അത് വേണ്ടാന്നുള്ള നിലക്കാണ് ഇവന് വിശ്വസനം. ഓനെ കഴുത്ത് മുറിച്ചാൽ ഓൻ അതിന് പിന്മാറൂല. അതുകൊണ്ട് തന്നെ അവൻ അത് റെക്കോർഡ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, റെക്കോർഡ് ചെയ്തിന് ഇത്ര കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന ആളുകൾ ഇത് സ്വകാര്യമായിട്ട് പോക്കറ്റിലിട്ട് കണ്ടല്ലല്ലേ ചെയ്തത്? ഇതുപോലെ ഒരു സാധനം എല്ലാവരും കാണങ്ങനെ ഇവിടെ നാട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ? ഒരൊറ്റ കൗൺസിലർ എന്താ അത് പതിവില്ലാത്തൊരു റെക്കോർഡിങ് ചോദിച്ചിട്ടില്ല. ആ കൗൺസിലിൽ KNM-ന്റെ ISM-ന്റെ MSM-ന്റെ കൗൺസിലർമാരുണ്ട്. ഇതിൽ ഒരാൾ പോലും എന്തിനാ അത് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. അത് റെക്കോർഡ് ചെയ്തു. അദ്ദേഹം അബ്ദു സാഹിബ് KNM-ന്റെ സംസ്ഥാന കൗൺസിലർമാരോ അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരോ ആയിട്ടുള്ള ഒരു 22 24 ആളുകൾക്ക് മാത്രം അത് കോപ്പി കൊടുത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ആദ്യത്തെ 2-3 കോപ്പിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് അതിൽ ഒരാൾ വിളിച്ചിട്ട് ഞങ്ങൾ ഒരിക്കൽ ഒരു യാത്രയിലാണ്, അങ്ങനെ പോകുമ്പോൾ ഒരാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അല്ല KNM ഇറക്കിയ ഒരു CD-യിൽ മ്യൂസിക് ഉണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. ഉണ്ട്, ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചളിയാറ്. അപ്പോൾ ഞാൻ അബ്ദു സാറെ വിളിച്ചു. എന്താണ് ഈ CD-യിൽ ഇങ്ങനെ മ്യൂസിക് ഉണ്ട് എന്ന് പറയുന്നു? അത് ആ ഗേറ്റും ഇതും ഇങ്ങനെ എടുത്ത് അതിൻ്റെ ആ തുടക്കത്തിൽ ഇങ്ങനെ ഒരു നേരിയ മ്യൂസിക് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് ഉണ്ടാകരുത്, നിങ്ങളത് ഉടനെ ഡിലീറ്റ് ചെയ്യിക്കണം. ഉടൻ തന്നെ അദ്ദേഹം പിന്നീട് കൊടുത്ത CD-യിലില്ല. നിങ്ങൾക്കറിയോ, ഇതൊരു വിമർശനമായിട്ട് നിങ്ങൾ കാണരുത്. ഉള്ളാള് വെച്ച് സക്കരിയ സ്വലാഹി, അബ്ദുൽ ജബ്ബാർ മൗലവിയും ഒക്കെ പങ്കെടുത്ത് നടത്തിയ ഹദീസ് സെമിനാറിന്റെ CD, അതിൽ ഇതിനേക്കാൾ ശക്തമായ മ്യൂസിക് ഉണ്ട്. ഒരാളും അതിൽ മ്യൂസിക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. അത് ഒരു വിവാദമായതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു കോപ്പി അത് കേൾക്കാൻ വേണ്ടി കൊടുത്തയച്ചത് എൻ്റെ കയ്യിലുണ്ട്. അതിൽ മ്യൂസിക് ഉണ്ട്. ഇതൊരു കുറ്റമല്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഞെരിയാണിക്ക് വേദനയായിട്ട് ഞാൻ അവിടെ എന്താ ഒരു സപ്പോർട്ടിൻ്റെ സാധനം ഉണ്ടല്ലോ, അതിട്ടുകൊണ്ട് പതുക്കെ നടക്കുക. എന്നിട്ടും സെൽഫി ഉണ്ടോ ഉമ്മറൊന്നും ചെയ്യാതെ മുടി നീട്ടി അങ്ങനെ നടക്കുക എന്ന് നാട്ടിലാകെ ഞാൻ നാട്ടിൽ വന്നത്. ഇതുപോലെയാണ്. മാസം കണ്ടത് കൂട്ടായിക്കാരാ, കുറ്റോ ഹിലാൽ കമ്മിറ്റിക്കും.
ഇതേപോലെയാണ് ആരെന്ത് ചെയ്താലും ഈ കുറ്റം മുഴുവൻ ഒന്നുകിൽ സംഘടനക്ക് അല്ലെങ്കിൽ സലഫിക്ക്. ഞാൻ ഒന്ന് പറയട്ടെ, നുഅ്മാൻ ഇരിക്ക്, ഞാൻ പോണില്ല, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോ ഇതാണ് ഈ വിഷയത്തിലുണ്ടായത്. പിന്നെ എങ്ങനെ വരെ കയ്യിലെത്തി നിങ്ങൾക്കറിയോ? ഞാനും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എറണാകുളത്തൊരു പരിപാടിക്ക് ചെന്നപ്പോ, ഏതായാലും നിങ്ങളിതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, മനസ്സിലാക്കിക്കോളി. അഡ്വക്കേറ്റ് മായിക്കുട്ടി മേത്തർ നൂർഷാ സാഹിബിനെ വിളിക്കുകയാണ്. ഇവിടെ കാസർഗോട്ട് നിന്ന് 3 ആള് KNM-നെതിരിൽ കേസ് കൊടുക്കാൻ വന്നിട്ട് നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചോലെന്ന് പിന്തിരിപ്പിക്കുക. അപ്പൊ നൂർഷാ പറഞ്ഞു, നമുക്ക് ഉണ്ടാക്കും പോവല്ലേ, എന്നാ പോവാ ഞങ്ങൾ ചെന്ന്. അപ്പൊ 3 ആൾക്കാരാ, കുറേ പണി, 2 മണിക്കൂർ ഓലേറ്റ് സംസാരിച്ച് മായിക്കുട്ടി മേത്തറും കൂടി കേസ് കൊടുക്കണ്ടാൻ തീരുമാനിച്ചു. ഭരണഘടനാനുസൃതമായി മാന്യമായൊരു തീരുമാനം ഈ വിഷയത്തിൽ ഞങ്ങൾ 2 ആളും ഇടപെട്ട് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. ആ ഒരു ബാധ്യത വന്ന് ഞങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും KNM പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഞാനും നൂർഷി, ഞങ്ങൾ ഇത്ര ആളുകൾ, ഈ 3 ആളുകളും വന്നു. എന്നിട്ട് മുജാഹിദ് സെന്റർ CD ടവറിൽ സെക്രട്ടേറിയറ്റ് റൂമിൽ വെച്ച് സംസാരിച്ച സംസാരം അബൂദാബിയിലെ 11 ആളുകൾ ഒപ്പുവെച്ച് അവര് മൊബൈൽ നമ്പറും കൂടി എഴുതിയതിൽ അതെങ്ങനെ വന്നു? CD ടവറിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി ഹദീസ് ഓതി പടാപ്പാട് പെടുകയായിരുന്നു.